ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ ഇന്നെന്താ നമ്മളുടെ വിഷയമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സെൽഫ് എസ്റ്റീമിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ട വളരെ വിലപ്പെട്ടൊരു ഗുണമാണ് സ്വാഭിമാനം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം എന്നത് ഒരാളുടെ സ്വന്തം മൂല്യത്തെക്കുറിച്ചിട്ടുള്ള സ്വയം തിരിച്ചറിവാണ്. പലരുടെയും ഒരു ഡൗട്ടായിരിക്കും സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിലെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും എത്രത്തോളം നമ്മളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ളൊരു അവലോകനം, അതൊക്കെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ മോശപ്പെട്ടാൽ നമ്മൾ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ നെഗറ്റീവായിരിക്കും. അതേസമയം നല്ല സെൽഫ് എസ്റ്റീം ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൊത്തത്തിൽ ലൈഫിലൊരു വലിയൊരു സക്സസ് കാണാനായിട്ട് സാധിക്കും. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ലെവലാണ് ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ലെവലിനെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സെൽഫ് എസ്റ്റീം മികച്ചതാകുമ്പോഴാണ് ഒരാൾക്ക് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ പ്രാപ്തി ഉണ്ടാകുന്നത്. സെൽഫ് എസ്റ്റീം ഉള്ളവർ തങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കി മുന്നോട്ട് പോകാൻ ശക്തി കണ്ടെത്തുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് സെൽഫ് എസ്റ്റീം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങളും മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തികൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാകും. മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യം അവർക്കുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് സെൽഫ് എസ്റ്റീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതെന്നുള്ളത്. ഒന്ന്, പോസിറ്റീവ് അഫർമേഷൻസ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ഥിരീകരണങ്ങൾ. അതായത് നമ്മുടെ സ്വന്തത്തോട് നമ്മൾ കുറേയധികം പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ നമ്മളോട് പറയുന്നു. ഇത് നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ ശക്തിയേകുന്നു. ഇപ്പം ഞാൻ കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടാൻ യോജിച്ച വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങളനുസരിച്ചിട്ട് നമുക്ക് അഫർമേഷൻസ് സെറ്റ് ചെയ്യുകയും അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ്. 2, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഒരു ചെറിയ കാര്യത്തിൽ വിജയിച്ചാലും അതിനെ സ്വീകരിക്കുക. അതിൽ നിന്നും ആത്മബോധം വളരും. അതായത് ഇത് കുഞ്ഞു കാര്യമല്ലേ, അല്ലെങ്കിൽ ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നോർത്തിട്ട് അതിനെ തള്ളിക്കളയാതെ അതിനെ നീക്കി വെക്കാണ്ട് നമ്മളതൊന്ന് ആഘോഷിക്കുക മീൻസ് എന്താണ്, നമ്മളുടെ സന്തോഷം നമുക്ക് മറ്റുള്ളവർ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ട്രീറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് തന്നെ ഒരു ട്രീറ്റൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇഷ്ടപ്പെട്ടൊരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പൂവ്, ഒരു ഫ്ലവർ നമ്മുടെ വീട്ടിലുണ്ടായി അത് നമ്മൾ തലയിൽ ചൂടുന്നാവാം, എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. 3, താരതമ്യം ഒഴിവാക്കുക. ഓരോരുത്തർക്കും തങ്ങളുടേതായ വഴികളുണ്ട്. താരതമ്യം ചെയ്യുന്നത് വഴി മനസ്സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അപ്പോൾ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവണില്ല. നമ്മൾക്ക് കുറ്റബോധമോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ്സ് നിറയ്ക്കാനേ അത് സഹായിക്കുകയുള്ളൂ. സോ താരതമ്യം ചെയ്യുന്നത്, കമ്പാരിസൺ ഒഴിവാക്കുക. 4, പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂട്ടുകൂടുക. അതായത് നല്ല സുഹൃത്തുക്കളാകാം, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളാകാം, അവർ നമ്മൾക്ക് വാല്യൂ തരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന, സ്പ്രെഡ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. 5, സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. അതായത് സ്വന്തത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുക. ഇത് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂട്ടും. ഇനി നമുക്ക് സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെൻ്റൽ എക്സസൈസ് എന്തൊക്കെയെന്ന് നോക്കാം. 1, മിറർ എക്സസൈസ്. എല്ലാ ദിവസവും മിററിന് മുമ്പിൽ നോക്കിക്കൊണ്ട് കൈൻഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തത്തോട് പറയുക. അപ്പം ഞാൻ പറഞ്ഞു, അഫർമേഷൻസ് പറഞ്ഞു, കൈൻഡായിട്ട് നമ്മളോട് സംസാരിക്കുന്ന കാര്യത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം ഇത് മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ പറയുകയാണ്, ഐ ലവ് യു, ഐ ട്രസ്റ്റ് മൈ സെൽഫ്, അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, ഐ ട്രസ്റ്റ് ഇൻ മൈ എബിലിറ്റി, ഐ ആം സ്ട്രോങ്, ഐ ആം ഇനഫ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മിററിൻ്റെ മുമ്പിൽ നമ്മുടെ ഫേസ് നോക്കി നമ്മൾ സംസാരിക്കുക. ഇത് നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കോൺഫിഡൻസ് തരും, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് തരും. ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. 2, സെൽഫ് എസ്റ്റീം ജേർണൽ എഴുതുക. അതായത് ഒരു 3 കാര്യങ്ങളെങ്കിലും ഡെയിലി നിങ്ങൾ എഴുതുക. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, ഐ ഹെൽപ്ഡ് എ ഫ്രണ്ട് ടുഡേ. അതേപോലെ തന്നെ നമുക്ക് വളരെ സമാധാനപരമായി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാൻ സാധിച്ചു. അത് സെൽഫ് എസ്റ്റീം ജേർണൽ നമുക്കതും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഐ ആം താങ്ക്ഫുൾ ഫോർ മൈ ഫാമിലി. ഇപ്പം നമ്മുടെ ഫാമിലി സപ്പോർട്ട്, അതിൽ നമുക്ക് താങ്ക് യു പറഞ്ഞിട്ട് എഴുതാനായിട്ട് സാധിക്കും. നമ്മുടെ സ്ട്രെങ്തിനെ ഫോക്കസ് ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി 3ാമതൊരു ടെക്നിക്കാണ് തോട്ട് റീപ്ലേസ്മെൻറ്റ്. ഞാൻ നേരത്തെയും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള തോട്ടിനെ പോസിറ്റീവ് തോട്ട്സിലേക്ക് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളിടത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം, ഐ ആം ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. അതായത്
ഞാൻ പഠിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ്സ് ഓക്കെ, ഈ ഒരു മിസ്റ്റേക്ക് കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. നമുക്കുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ്സ് ആയിട്ടുള്ള തോട്ട്സിനെയും പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട്, റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. 4ാമത്തെ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. ഒരു 5 മിനിറ്റ് നേരം കണ്ണുകൾ അടച്ചിരുന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഡ്രീമിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട്, ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്, നമുക്ക് വേണ്ടതുപോലെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു മൂവി പോലെ കാണുക, നമ്മളുടെ ജീവിതത്തിൽ വേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു മൂവി പോലെ വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ മൈൻഡിലും ബോഡിയിലും സക്സസ് ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കും. 5ാമത്തെ ടെക്നിക്കാണ് അഫർമേഷൻ ബ്രീത്തിങ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ദെൻ നമ്മൾ പറയുക ഐ ആം സ്ട്രോങ്. നമ്മൾ എക്സെയിൽ ചെയ്തിട്ട് പുറത്തേക്ക് ശ്വാസം വിട്ടതിന് ശേഷം പറയുക ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു 5 to 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ റിലാക്സേഷൻ ടെക്നിക്കും പോസിറ്റീവ് തിങ്കിങ്ങും കമ്പൈൻ ചെയ്ത് വരുന്നത് കൊണ്ട് അത് വളരെയധികം നമ്മളുടെ ബോഡിയിലും മൈൻഡിലൊക്കെ ഒരുപാട് നല്ല ചേഞ്ചസ് കൊണ്ടുവരും. ഈ എക്സസൈസ് സ്ഥിരമായിട്ട് ഒരു 21 ദിവസമെങ്കിലും ചെയ്യുക. അപ്പം നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള കുറേ ശീലങ്ങളുണ്ടാകും, വർഷങ്ങളായിട്ടുള്ള പഴകിയ ശീലങ്ങൾ. അതിൽ നിന്നൊരു ചേഞ്ച് കൊണ്ടുവരണം. പുതിയൊരു കാര്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. സെൽഫ് എസ്റ്റീമിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ആണ് സെൽഫ് എസ്റ്റീമിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.